PMS ആയുർവേദ ഹോസ്പിറ്റലിൽ വരാനുണ്ടായ കാരണം എന്താണ്? ഞാന് ഫസ്റ്റില് ഇവിടെ വരുന്ന ഒരാളാണ്. 10 കൊല്ലം മുന്നേ വന്ന ഒരാളാണ്. എല്ലാ ചികിത്സക്കും അധികവും ഇവിടെ തന്നെയാണ് വരുന്നത്. വന്ന് അസുഖമൊക്കെ മാറ്റി പോവുകയും ചെയ്യാണ്. എന്തായിരുന്നു അസുഖം വരാനുള്ള കാരണം? ഇപ്പം വന്ന മഞ്ഞപ്പിത്തല്ലേ? എന്നിട്ട് പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ട് ടെസ്റ്റ് ചെയ്തു. വന്നപ്പോ എത്ര ഉണ്ടായിരുന്നു എന്റെ അളവ്, മഞ്ഞപ്പിത്തത്തിന്റെ അളവ്? 3500 അങ്ങനാണുള്ളത്. അപ്പം കുട്ടീന്റെ കണ്ണൊക്കെ മഞ്ഞ കളറായി. അധികം തന്നെ ഞങ്ങൾ വരുമ്പോ വല്ലാത്ത ക്ഷീണം വന്ന് ഞങ്ങളെ നാട്ടില് ഇംഗ്ലീഷ് കാണിച്ചപ്പോൾ ഡോക്ടർ കൂടുതലാവും എന്ന് പറഞ്ഞു. ഇതെന്തായാലും കൂടുതലാവും, പ്രതീക്ഷിച്ച് നിക്കണം. അപ്പോ ഞാൻ തങ്ങൾ പാപ്പനെ വിളിച്ച് എന്ത് ചെയ്യണം? തങ്ങൾ പാപ്പ പറഞ്ഞു ഇവിടെ ഇതിനുള്ള ചികിത്സ ഉണ്ട്, വേഗം അങ്ങോട്ട് പോരും. അപ്പൊ അന്ന് രാത്രി ഇംഗ്ലീഷ് ഗുളിക ഞാൻ കൊടുത്തില്ല. തങ്ങൾ പാപ്പ പറഞ്ഞൊരു മരുന്ന് രാത്രി തന്നെ കൊടുത്ത് രാവിലെ 6 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ എത്തി. അതിനുശേഷം ഞങ്ങള് ഇവിടെയുള്ള മരുന്നുകളൊക്കെ മുറ പോലെ കൊടുത്ത് 1.5 വിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത് ഇങ്ങനെ കുറഞ്ഞോണ്ട് വരികയാണ്. ഇപ്പൊ എത്ര ദിവസമായി അഡ്മിറ്റ് ആയിട്ട്? ഞങ്ങൾ 9 ദിവസം, 9ാമത്തെ ദിവസം പൂർണ്ണമായിട്ട് മാറി. അഡ്മിറ്റ് ആയ സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടുന്ന് മരുന്ന് തന്നിരുന്നത്? അത് രാവിലെ പച്ചമരുന്ന് അരച്ച് വെറും വയറ്റില്, അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് 4 തരം ഗുളിയുണ്ട്, ഒരു പൊടി കലക്കി കുടിക്കാനുണ്ട്, പിന്നെ ടോണിക് ഉണ്ട്. അതല്ല, പിന്നെ അതുപോലെ ഉച്ചക്കും രാത്രിയും അങ്ങനെ തന്നെ ഈ 3 നേരം ഈ 4-5 തരം 5-6 തരം പച്ചമരുന്ന് ഗുളിക എല്ലാം. മുമ്പ് ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? മുമ്പ് പല ചികിത്സക്കും ഇവിടെ വന്നിട്ടുണ്ട്. പല ചികിത്സക്കും നമ്മ ആശുപത്രി ഒഴിവാക്കിയ ചികിത്സയാണ് അധികം എത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കുട്ടികളുണ്ടാകാതെ പ്രശ്നം, അനിയത്തിന്റെ മോളാണ്. അത് ഇവിടെ എത്തി ഞങ്ങള് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി. ഞങ്ങൾ പാപ്പനോട് ഞാൻ ആദ്യം ചോദിച്ചാൽ ഞാൻ ഈ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവരട്ടെയാണ്. അപ്പൊ കൊണ്ടുവന്ന് ഇവിടെ എത്തി ചികിത്സ കിട്ടി, നല്ലൊരു കുട്ടി ഉണ്ടായി. അതൊന്ന് വേറെ കുടുംബത്തിൽ ആയുർവേദം തന്നെ. ഈ 10 മാസവും ഗർഭിണിയായ സമയത്തും ആയുർവേദ മരുന്നാണ് കഴിച്ച്. എന്റെ മോളും ആയുർവേദ മരുന്നാണ് കഴിച്ച്. 3 കുട്ടികളെ പ്രസവിച്ച്, അത് 3 ആയുർവേദ മരുന്ന് 10 മാസം. കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് കോഴിക്കോട് കൊടുവള്ളി എളേറ്റ് വെട്ടോളി എന്ന സ്ഥലത്താണ്. അവിടുന്ന് ഇത്രയും ദൂരം വന്ന് ഇവിടെ ചികിത്സ എടുക്കാനുള്ള കാരണം? ചികിത്സയിലുള്ള ഇത് തന്നെ വിശ്വാസം. ഞങ്ങൾക്ക് ഈ ചികിത്സ കിട്ടിയാൽ ഞങ്ങൾക്ക് ഇത് തികച്ച് പൂർണ്ണമായിട്ട് മാറും എന്നുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് അധികം ഒന്നും നാട്ടിൻപുറത്തൊന്നും അധിക ചികിത്സക്കൊന്നും ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ ഇവിടുന്ന് മരുന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ട് ഞങ്ങൾക്ക് വിട്ടുതരും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ടുപോകും. അങ്ങനെയാണ്. മഞ്ഞപ്പിത്തത്തിന്റെ ഇതിനാണ് ഇവിടെ അഡ്മിറ്റ് ആയത്? മഞ്ഞപ്പിത്തത്തിന്റെ പൂർണ്ണമായിട്ട് മാറി. കഴിഞ്ഞല്ലോ എന്റെ അസുഖത്തിന് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആണ്. എനിക്ക് ഓപ്പറേഷൻ വേണോന്നുള്ള ഒരു അസുഖം. അത് യൂട്രസ് ഇതാന്ന് പോണത് വിഷയം. അപ്പൊ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ഒന്നുകിൽ ഇത് എടുക്കണോ, അതല്ലെങ്കിൽ കെട്ടി മേലോട്ട് പൊക്കി വെക്കുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലേ, അത് ചെയ്യണോ. അപ്പൊ ഞാൻ തങ്ങൾ പാപ്പനെ വിളിച്ച് ഞാനിത് ഈ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്ത്. അപ്പം പറഞ്ഞു നിങ്ങൾ ഉടനടി ഇങ്ങോട്ട് പോരെ, ഇവിടെ ഇതിനുള്ള ചികിത്സ ഉണ്ട്. പിന്നെ ഇത് 40 വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്, അല്ലാതെ ഇതൊരു അസുഖമല്ല, ഇത് എടുക്കണ്ട, ഇതിന് ഈ യൂട്രസിനൊരു കുഴപ്പമില്ല. ഞാനൊരു 10-12 ദിവസം ഇവിടെ വന്നാണ്. അതിനിടയ്ക്ക് ഇവിടെ അഡ്മിറ്റായി, ഇവിടുത്തെ ചികിത്സ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 3 മാസം റെസ്റ്റ് എടുത്ത് ഇവിടെയുള്ള മരുന്നുകളൊക്കെ കഴിച്ച്, അതുപോലെ തങ്ങൾ പാപ്പ പറഞ്ഞ പോലെ വ്യായാമം ചെയ്ത് ഭക്ഷണവും
അങ്ങനെ ചെയ്ത് അത് ഇപ്പൊ ഒരു കുഴപ്പമില്ല. കഴിഞ്ഞല്ല ഇതേ സമയത്താണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയത്. അപ്പോ ചികിത്സയിലുള്ള വിശ്വാസം അതാണ് വീണ്ടും വീണ്ടും ഇവിടെ എത്തുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബത്തിലുള്ള പലരും എത്തുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പലരും ഇവിടെ എത്തുന്നുണ്ട്.